കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിച്ച് വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. റോഡിന്റെ തകർന്ന ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു. വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ദേശീയപാതയുടെ തുടർ നിർമ്മാണം. കരാർ കമ്പനിക്ക് കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം മൈലക്കാടെത്തി പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് സർവീസ് റോഡും പുനർനിർമ്മിച്ചത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനനുസരിച്ചാകും ഇനിയുള്ള പ്രവർത്തനങ്ങളെന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വ്യക്തമാക്കി. ഈ വിദഗ്ധ സംഘം ഒന്നുകൂടി വരും. അപ്പോൾ ഒന്നുകൂടി വന്നതിന് ശേഷം ഇപ്പോൾ അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് അതിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ അടിയന്തരമായിട്ട് ഇതിൻ്റെ അപകടമൊന്നും ഒഴിവാക്കിയിട്ട് ഗതാഗത ക്രമീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻസ്പെക്ഷനും അതിൻ്റെ അപകടാവസ്ഥ ഒന്ന് മാറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഫസ്റ്റ് പ്രൈമറി റിപ്പോർട്ടിലുണ്ടാവുക. അടുത്ത റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള ഏത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ളതൊക്കെ അവർ വ്യക്തമായിട്ട് പറയും. അപകട കാരണം എന്തെന്ന് കണ്ടെത്തും. നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തിയാൽ കരാർ കമ്പനിക്കെതിരെ കേന്ദ്രം നടപടി ഘടിപ്പിക്കും. നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടം നടന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ മണ്ണിടിഞ്ഞ് കൂറ്റൻ സ്ലാബുകൾ ഇളകി വീണ് സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നു. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സംഭവത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ വാട്ടർ അതോറിറ്റി, ജിയോളജി തുടങ്ങി വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജനം, കൊല്ലം.